ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് അത് ഒരു ഭക്തിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ്. അത് ദേവിയുടെ അനുഗ്രഹം എന്ന് തന്നെ പറയാലോ. കാരണം എല്ലാവർക്കും ഓരോ പ്രാർത്ഥനകൾ ഉണ്ടാവും പൊങ്കാലിടുന്ന സമയത്ത്. അതെല്ലാം ആ വിശ്വാസം എല്ലാം സാധിക്കുന്നതുകൊണ്ടായിരിക്കും ഓരോ വർഷം എല്ലാവരും വരുന്നത്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ. കഴിഞ്ഞ വർഷം ഇടാൻ വന്നു, ഈ വർഷവും അതുപോലെ തന്നെ വരുന്നു. ഇനി എല്ലാ വർഷവും അങ്ങനെ വരാൻ സാധിക്കണം എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന നടക്കട്ടെ എന്ന് തന്നെ ഞാൻ മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഈ കുംഭമാസത്തിൽ ചൂടൊന്നും ഈ പൊങ്കാല ദിവസം ആരെയും ബാധിക്കുന്നില്ലല്ലേ? അത്രത്തോളം ഭക്തിയാണല്ലോ എല്ലാവരും നിറഞ്ഞു. അത് തീർച്ചയായും. ഇപ്പം ഈ ഭാഗത്ത് തന്നെ നോക്കുമ്പോൾ ഇപ്പം നമുക്ക് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കാണാം, ഇപ്പം നമ്മളെ കാണാനാണെങ്കിലും അല്ലെങ്കിൽ ദേവിയെ കാണാനാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്ന് നിൽക്കുന്നത്. അവർക്ക് അങ്ങനെ ചൂട് അതൊന്നും പ്രശ്നമേ അല്ല. ഇപ്പം ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സെറ്റ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ചൂട് വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നണില്ല. കാരണം ദേവിയുടെ അനുഗ്രഹം തന്നെ പറയാം. നമ്മൾ അതിലായിട്ട് അങ്ങനെ ലയിച്ച് പോവാണ്. നമുക്കൊരു 1 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ 2-3 കിലോമീറ്റർ നടന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നേ ഇല്ല. ആറ്റുകാലമ്മയുടെ മുന്നിലും അതുപോലെ തന്നെ ഭക്തിയുടെയൊക്കെ മുന്നിലും നമുക്ക് ഈ ചൂടും വെയിലും ഒന്നും പ്രശ്നമില്ല. അപ്പം എങ്ങനെ ഇന്ന് പൊങ്കാലിട്ടോ? ഇന്ന് ഞാൻ ആക്ച്വലി പൊങ്കാലിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഇന്ന് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയാണ് പിന്നെ ഷൂട്ട് ക്യാൻസൽ ചെയ്തത്. പക്ഷേ ഇവിടെ ഈ ദേവി സാന്നിധ്യത്തിൽ വരാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് എൻ്റെ ഫ്രണ്ട്സ് ഇടുന്നുണ്ട്, അവരുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ്. ഭയങ്കര സന്തോഷം. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാം? ഇന്ന് നല്ല രീതിയിൽ തന്നെ കലാശിച്ചില്ലേ? നല്ല രീതിയിൽ തന്നെ കലാശിച്ചു. പ്രകൃതിയും ഇതായിട്ട് തന്നെ. ഇന്നലെ ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു പ്രശ്നവും വന്നില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു. റബേക്ക പറഞ്ഞതുപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ മംഗളമായിട്ട് തന്നെ കലാശിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും പൊങ്കാലക്കലങ്ങൾ നിറഞ്ഞു തൂവിയിരിക്കുകയാണ്. ഇവരുടെയൊക്കെ ഉള്ളിലെ ഭക്തിയും അതുപോലെ തന്നെ ദേവിയോടുള്ള വിശ്വാസവും ഒക്കെ തന്നെയാണ് ഇന്നിവിടെ നിറഞ്ഞു തൂവിയിരിക്കുന്നത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.